ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മലയാള സെക്കൻഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വീഡിയോകളായിട്ട് ടീച്ചർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ മാരത്തോൺ ലൈവിലായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പാഠഭാഗങ്ങളെല്ലാം എല്ലാ പാഠഭാഗങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനി എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ടീച്ചർ മക്കളോട് ഷെയർ ചെയ്യുന്നത്. മേ ബി ഇതുപോലെ എന്ത് ചെയ്യാം അല്ലെ, ഒരു ഇത്തരത്തിലുള്ള ഒരു ചോദ്യ മാതൃക ചിലപ്പോൾ പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി ഈ ഒരു ചോദ്യം. വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എന്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. ആര് പറയുന്നതായിരുന്നു? ആരുടെ ഡയലോഗാണ്? ആരാണ്? നജീബിന്റെ ആണ് അല്ലെ. അപ്പൊ അടിവരയിട്ടിരിക്കുന്ന പദം ഏതാണ്? അടിവരയിട്ട പദം പച്ചവെള്ളം എന്നുള്ളതാണ് അല്ലെ. അടിവരയിട്ടിരിക്കുന്ന പദം നൽകുന്ന അർത്ഥം എന്താണ്? പച്ചവെള്ളം, പച്ച നിറത്തിലുള്ള വെള്ളം എന്നുള്ള അർത്ഥമാണോ? എന്താണ് പച്ചവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് നോക്കാം അല്ലെ. ഇതുപോലെ പച്ച ചേർന്ന് വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക. ഉദാഹരണം, നമ്മൾ പച്ച പരിഷ്കാരി എന്ന് പറയും, പച്ച മനുഷ്യൻ എന്ന് പറയും അല്ലെ. അപ്പൊ ഈ പച്ച ചേർത്ത് വരുന്ന പദങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ചോദ്യം മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പച്ചവെള്ളം എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് പച്ചവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെള്ളം മാത്രം അല്ലെ. പച്ചവെള്ളമാണ് കുടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പച്ചവെള്ളം മാത്രമാണ് അല്ലെ, വെള്ളം മാത്രമാണ് കഴിച്ചത് എന്ന് പറയുന്ന ഒരു അർത്ഥം അതിനുണ്ട്. അതുപോലെ പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം അല്ലെ, ശുദ്ധജലം എന്നൊരു അർത്ഥവും അതിനുണ്ട്. പച്ച പരിഷ്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിടുക്കൊക്കെ കാണിക്കുന്ന അല്ലെ, ഒരു പരിഷ്കാരി വലിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്ന അല്ലെ ആളുകളെ കാണുന്ന സൊസൈറ്റി ലേഡി സുകുമാരിയുടെ ഒക്കെ ചില സിനിമകളിൽ നമ്മൾ അങ്ങനെ കാണാറുണ്ട് അല്ലെ. അപ്പൊ പരിഷ്കാരത്തിലേക്ക് അല്ലെ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ആളുകൾക്ക് നമ്മൾ തമാശയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? പരിഷ്കാരികൾ അല്ലെങ്കിൽ പച്ച പരിഷ്കാരി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും പറയും അല്ലെ. പുത്തൻ പണക്കാരൊക്കെ കുറച്ച് പൈസ ഒക്കെ കിട്ടുമ്പോഴത്തെ ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ പരിഷ്കാരമൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പച്ച പരിഷ്കാരി എന്ന് പറയുന്ന ഒരു പ്രയോഗം. ഇനി പച്ച മനുഷ്യനാണ്. പച്ച മനുഷ്യൻ എന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യൻ അല്ലെ. അഭിനയങ്ങളും നാട്യങ്ങളൊന്നും ഇല്ലാതെ കളങ്കമൊന്നും ഇല്ലാത്തൊരു ഒരു സാധു മനുഷ്യനെയാണ് നമ്മൾ പച്ച മനുഷ്യൻ എന്ന് പറയാം. ഇനി പച്ചപരമാർത്ഥം അല്ലെ, പച്ചപരമാർത്ഥം അല്ല പച്ചപരമാർത്ഥം. പച്ചപരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയൽ ആയിട്ടുള്ള അല്ലെ സത്യങ്ങൾക്ക്, യഥാർത്ഥ സത്യത്തിനെയാണ് നമ്മൾ പച്ചപരമാർത്ഥം എന്ന് പറയുന്നത്. അടുത്തത് പച്ച മണ്ണാണ്. കൃഷി ചെയ്തിട്ടില്ലാത്ത മണ്ണിനെ അല്ലെ, കൃഷിയൊന്നും ചെയ്യാത്ത മണ്ണിനെയാണ് നമ്മൾ പച്ച മണ്ണ് എന്ന് പറയാം. ചിലപ്പം 1, 2 മാർക്കിനോ ഒക്കെ ചോദിക്കുന്നതായിരിക്കാം കേട്ടോ. അപ്പൊ ചോദിച്ചേക്കാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും കണ്ടാൽ പേടിക്കൊന്നും ചെയ്യണ്ട. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചെന്ത് ചെയ്യും, ഇതെന്താണെന്നൊക്കെ ആലോചിച്ച് നമ്മൾ ചിലപ്പോൾ അതിനെ വേറെ രീതിയിലൊക്കെ കൊണ്ടുവന്നാക്കും. അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ 2 മാർക്ക് പോലും നമുക്ക് മിസ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ടാണ് ടീച്ചർ അത് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, വാക്കുകളൊക്കെ പദങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഒരു ചോദ്യമാണ്. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ. ഇവിടെ അടിവരയിട്ടിട്ടുണ്ട് പദങ്ങൾ അല്ലെ. ഏതൊക്കെ പദങ്ങളാണ്? പ്രാചീനം, അർവാചീനം അല്ലെ. അപ്പൊ ചിത്രകലകളുടെ മാതൃകകൾ. ഈ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എന്താണ്? ഇത്തരത്തിലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പൊ പ്രാചീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരാതനം അല്ലെ, പ്രാചീന കാലം അല്ലെ, പുരാതന കാലം, പഴയത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അർവാചീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീനമാണ്, പുതിയത് എന്നൊരു അർത്ഥമുണ്ട് അല്ലെ. നവീനം അല്ലെങ്കിൽ പുതിയത്, രണ്ടും ഒന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. രാപ്പകൽ, രാത്രിയും പകലിനുമാണ് എന്ത് പറയുന്നത്? രാപ്പകലുകൾ എന്ന് പറയാം അല്ലെ. കുന്നും കുഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശവും താഴ്ന്ന പ്രദേശമാണ്. ഉച്ചനീചം എന്ന് പറഞ്ഞാൽ ഉയർന്നതും താഴ്ന്നതും എന്നുള്ള അർത്ഥമാണ്. പണ്ഡിത പാമരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറിവുള്ളവരും അറിവില്ലാത്തവരും എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ചോദ്യ മാതൃകൾ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ചിലപ്പോൾ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ചോദ്യം നമ്മളോട് ചോദിച്ചു എന്നിരിക്കാം കേട്ടോ. അപ്പൊ സൂപ്പറായിട്ട് നമുക്ക് പഠിക്കണം. എല്ലാ ലൈവുകളും അല്ലെ ചരിത്രത്തിന്റെ കൂടെ എന്താണ്, എല്ലാ ക്ലാസ്സുകളും എല്ലാ ടീച്ചേഴ്സും മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഓരോ ലൈവും ഉഷാറാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നാളെയുടെ ചരിത്രമായിരിക്കും മേ ബി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് അല്ലെ. കാരണം എന്താണ്, എല്ലാ ചോദ്യവും മേ ബി എങ്ങനെയുള്ളതായിരിക്കാം, നമ്മളിവിടെ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പരീക്ഷയിൽ കാണുക അല്ലെ. അപ്പൊ അത്തരം എന്താ പറയാ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ശുഭാപ്തി വിശ്വാസത്തിലിരിക്കുക, നന്നായിട്ട് പഠിക്കുക അല്ലെ. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമുക്ക് ചോദ്യവും ഉത്തരവും എല്ലാം ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, നന്നായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഫുൾ മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.